ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാഷ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ കോളിഫ്ലവർ ഫ്രൈയും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ കോളിഫ്ലവറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവറിലുള്ള വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഞ്ഞൾ ചേർത്ത് തിളപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, 2 മിനിറ്റോളം തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 4 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. അങ്ങനെ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറോളം നമുക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട, അത് തമ്മിൽ ഒട്ടി പിടിച്ച് പോകും. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 2 സൈഡും നല്ലതുപോലെ മൊരിയുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതാ ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്